Hello, Artless Me പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊരു ഫ്ലവർ അല്ലെങ്കിൽ റോസിനെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് റെഫറൻസ് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഒരു റെഫറൻസിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളെ ഇമാജിനേഷനിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അതിനെ പെയിൻറ്റ് ചെയ്യാന്നുള്ളതും, രണ്ടാമത്തത് തന്നെ കുറച്ച് സെമി റിയലിസ്റ്റിക് ആയിട്ട് വാട്ടർ കളറിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വാട്ടർ കളർ ട്യൂട്ടോറിയൽസും ആക്രിലിക് ട്യൂട്ടോറിയൽസും മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ സെഷൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ റെഫറൻസ് കാണിച്ചു തന്നില്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ആക്കി എന്നുള്ള ഐഡിയയും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റോസാപ്പൂ കിട്ടി കഴിഞ്ഞാൽ നമ്മളത് 2 ദിവസം കൂടി നിൽക്കട്ടെ എന്ന പ്രതീക്ഷയിൽ നമ്മളതിനെ വെള്ളത്തിലിട്ടേക്കും പൊതുവേ. അപ്പം ഞാനിവിടെ അത് തന്നെയാണ് ചെയ്തത്. എനിക്കൊരു റോസാപ്പൂ കിട്ടി, അതിന് ഞാനൊരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ചു. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതിൻ്റെ കുറച്ച് പ്ലാന്റിൻ്റെ കുറച്ച് ടോപ്പ് ഭാഗം വെള്ളത്തിൻ്റെ പുറത്തും ബാക്കി വെള്ളത്തിൻ്റെ അകത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എവിടെയും വെക്കണ്ടേ. അപ്പോൾ അതിന് ഞാനൊരു ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ഇനി ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പ്ലെയിൻ ആയിരിക്കുന്നു, വോളിലൊന്നുമില്ല, ഭയങ്കര വൈറ്റ് കളറും കൂടി അടിച്ചതിനെ കൊണ്ട് ഭയങ്കര പ്ലെയിൻ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കളർഫുൾ ആക്കാനും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ടാല ആർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അസംഷൻ ഇങ്ങനെയാണ്, എൻ്റെ ആ വോളിൻ്റെ മുകളിൽ ഞാൻ ഒരു വോൾ ആർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് ഈ പെയിൻറ്റിങ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റോസാപ്പൂവിനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിംസൺ റെഡും കുറച്ചൊരു യെല്ലോ ആണ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി ക്രിംസൺ റെഡിനകത്ത് കുറച്ചൊരു യെല്ലോ ടിഞ്ച് വരുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് സ്കാർലറ്റിലേക്ക് പോകുന്നില്ല നമ്മൾ. പക്ഷേ കുറച്ച് പാരലലി കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ പാലറ്റ് ഇവിടെ കാണാമല്ലോ. ഞാൻ ഓൾറെഡി എൻ്റെ പാലറ്റിലെ കളേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ റോസാപ്പൂവിനെ പെയിൻറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലോസർ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ടോപ്പ് വ്യൂയിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓരോ പെറ്റൽ ഓൾറെഡി സ്കെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്കെച്ചിനകത്തുനിന്ന് ഓരോ പെറ്റലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു റോസാപ്പൂവിൻ്റെ പെറ്റൽ നോക്കുകയാണെങ്കിൽ കാണാമല്ലോ, അത് കുറച്ച് ബെൻഡായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ബെൻഡിൽ എവിടെയാണ് ഡാർക്ക് ഷെയ്ഡ്സ് ലൈറ്റ് ഷെയ്ഡ്സ് ഇത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിക്കുമ്പം ലൈറ്റ് കോട്ട് അടിക്കും, ഒരുപാട് ഡാർക്കൊന്നും ആക്കി അടിക്കില്ല, ഭയങ്കര ലൈറ്റായിട്ട് ഷെയ്ഡ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു കോട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷെയ്ഡ്സ് എവിടെയാണ് ലൈറ്റ് ഡാർക്ക് എന്നൊക്കെ കൺസിഡർ ചെയ്യണം. എപ്പോഴും ചെയ്യുമ്പം പെറ്റലിൻ്റെ ബോർഡറിന് അകത്തേക്ക് പോവുക. അപ്പം ബോർഡർ കുറച്ച് ഡാർക്കായിട്ട് പിന്നെ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് അകത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ലൈൻസും ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഷെയ്ഡ്സും എവിടെയാണ് ലൈറ്റ് ഷെയ്ഡ് വരുന്നത് എവിടെയാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നതെന്ന് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ഫുള്ള് ഇങ്ങനെ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് പിന്നെ ബാക്കി ലെയറുകളൊക്കെ ചെയ്യേണ്ടത് ഈ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് എവിടെയാണെന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച ബേസിസിലാണ് നമ്മൾ ബാക്കിയും കൂടി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചിട്ട്, അപ്പോൾ ക്ലോസർ വ്യൂവിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു കോട്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനൊരു ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ പെറ്റലിനെ ഫോക്കസ് ചെയ്യുമ്പം അതിൻ്റെ ഈ പെറ്റലിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറിജിനൽ പൂവിൻ്റെ പെറ്റൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ പെറ്റലിൻ്റെ മുകളിൽ കുറേ ചെറിയ ലൈൻസ് ഇങ്ങനെ ഉള്ള പോലെ. അപ്പോൾ അത് നമ്മളിവിടെ റിക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം കുറച്ചിങ്ങനെ ലൈൻസ് പോലെ വരച്ചതിന് ശേഷം ജസ്റ്റ് അതിന് ബ്രഷിനൊന്ന് കഴുകിയിട്ട് കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം ഭയങ്കര ഹാർഡ് എഡ്ജുള്ള ലൈൻസ് നമുക്ക് വേണ്ട, പക്ഷേ കുറച്ച് നമ്മൾ പെറ്റലായിട്ട് ബ്ലെൻഡായി നിൽക്കുകയും വേണം. അപ്പോൾ അതിന് ജസ്റ്റ് ഹാർഡായിട്ട് വരച്ചതിന് ശേഷം കുറച്ചൊന്ന് അത് കളർ ഫുൾ ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഭയങ്കര ലൈറ്റായി പോയി തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ കോർണറിലൂടെ അറ്റത്തുകൂടെ കുറച്ചും കൂടി ആ കളറിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ വാട്ടർ കളറല്ലേ, അത് ഓട്ടോമാറ്റിക്കലി ബ്ലീഡ് ആയിക്കോളും, ഇങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അൺനാച്ചുറൽ ആയിട്ട് തോന്നില്ല, നമ്മളിങ്ങനെ നാച്ചുറലി അത് ആ പെയിൻറ്റ് അതിനുമായിട്ട് മേർജ് ആയിക്കോളും. ഇതേപോലെ നമുക്ക് അടുത്ത പെറ്റലിന് ചെയ്യുക. അതിൻ്റെ ലൈറ്റ് ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക, ഈ ലൈൻസ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഹാർഡ് ലൈൻസ് വരച്ചതിന് ശേഷം അതിനെ കുറച്ച് ബ്രഷ് കഴുകിയതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ആക്കി വിടുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് എവിടേക്കാന്ന് നോക്കിയിട്ട് കുറച്ച് ഹൈ പിഗ്മെൻ്റ്, നമുക്കറിയാലോ വാട്ടർ കളർ നമ്മൾ ചെയ്യുമ്പം ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂട്ടിയാണ് ലൈറ്റ് ആക്കുന്നത്, അല്ലാണ്ട് വൈറ്റ് ആഡ് ചെയ്തിട്ടല്ല. അതേപോലെ അപ്പോൾ നമുക്ക് ഡാർക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ കളർ പിഗ്മെൻറ്റ്സ് ഉള്ള കളർ എടുത്തിട്ട് നമ്മളിതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. അതുപോലെ ഈ ഫ്ലവറിൻ്റെ ബോർഡർ അല്ലെങ്കിൽ ഷാഡോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഷാഡോ കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോഴും നിങ്ങൾ പറയാറില്ലേ, ഒരു കളറിൻ്റെ ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിനെ യൂസ് ചെയ്യാണ്. അപ്പം റെഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പം ഞാനിവിടെ റോസ് ഫ്ലവർ കുറച്ചും കൂടി ബ്രൈറ്റ് ആയി നിന്നോട്ടെ ഞാൻ ഗ്രീൻ എടുത്തില്ല, ഗ്രീനിന് പകരം ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. അപ്പം കോംപ്ലിമെൻ്ററി കളർ അല്ലാണ്ട് നമുക്കൊരു ഷെയ്ഡിനെ ഡാർക്ക് ആക്കണം, നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ടാക്കാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ അതുപോലെ റെഡിനകത്ത് കുറച്ചൊരു യെല്ലോ ടിഞ്ചുള്ള കളറല്ലേ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂ ആണ് ആഡ് ചെയ്തത്, അതായത് ബ്ലാക്കിൻ്റെ വേറൊരു ഷെയ്ഡ്. അപ്പോൾ കൂടുതൽ റെഡ് അതിനകത്ത് കുറച്ച് ബ്ലൂ വരുമ്പോൾ ഒരു ചെറിയ ബ്ലാക്കല്ല, പക്ഷെ വേറൊരു ഷെയ്ഡ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഡാർക്കായിട്ട് ഭയങ്കര ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബോർഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അത് ഗ്രീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ഡൾനെസ് ഫീൽ ചെയ്യും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പം കിട്ടുന്ന ഐഡിയാസും പോയിൻറ്റ്സുകളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡർ ഓരോ പെറ്റലിനും ഇങ്ങനെ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്ത് ചെറുതായിട്ട് ബോർഡർ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തിന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഫുൾ എല്ലാ പെറ്റലിനും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഇങ്ങനെ ബോർഡർ കൊടുത്തുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഷെയ്ഡുകളോ ഷാഡോ ഒക്കെ എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ. നിങ്ങളൊരു റെഫറൻസ് എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ഈ റെഫറൻസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പെയിൻറ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്ലവർ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് ഭയങ്കര ലൈറ്റായി പോയി തോന്നുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് 1, 2, 3, 4 ലെയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എത്ര ലെയർ കൊടുക്കുന്നോ അത്രയും ഒറിജിനാലിറ്റി തോന്നും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്. ഓക്കെ, ഇനി അതേപോലെ ലീഫ് ചെയ്യാനും ഇതേപോലെ നമുക്ക് ചെയ്യാം. ആദ്യം ഒരു ലൈറ്റ് കോട്ടടിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡാർക്ക് ബോർഡറിലൂടെ വേണം കളേഴ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ഉള്ളിലേക്ക് ഇങ്ങനെ മേർജ് ആയിട്ട് ബ്ലീഡ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ബോർഡറിലൂടെ ഇങ്ങനെ കൊടുത്തിട്ട് ഡാർക്കൊക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ബ്രഷ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തെടുക്കുക. ഈ റോസ് ഫ്ലവറിൻ്റെ ലീവ്സിന് ചെറിയൊരു റെഡ് ടിഞ്ച് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ബോർഡറായിട്ട് റെഡ് ടിഞ്ച് കൊടുത്താലും പ്രശ്നമില്ല. ഇനി പോട്ട് ചെയ്യുന്ന ട്യൂട്ടോറിയലിൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലോങ് ആയിപ്പോൾ. അപ്പോൾ ഇത്ര ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ റോസ് വരെ ചെയ്തിട്ട് നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫ്ലവർ പോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേസ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ നറേറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ എന്തായാലും മണ്ടാല പെയിൻറ്റിങ് ഡ്രോയിങ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോയും അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഒരു റോസാപ്പൂവൊക്കെ വരച്ചിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.